ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ തുടരും മൂവി കഴിഞ്ഞ് വന്നേക്കുവാണോ? ഇപ്പോഴല്ല കേട്ടോ, ഇന്നലെയാണ് കണ്ടത്. ഫസ്റ്റ് ഷോയാണ് പോയി കണ്ടു. സോറി, സെക്കൻഡ് ഷോയാണ് പോയി കണ്ടത്. ഫസ്റ്റ് ഡേ തന്നെ. അപ്പോൾ ഇന്നലെ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞ് ലേറ്റായി. പിന്നെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം എനിക്ക് പണിക്ക് പോകണം. അപ്പോൾ റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല. സോ അതാണ് ഞാനിപ്പോൾ സ്വസ്ഥമായതുകൊണ്ട് ഞാൻ റിവ്യൂ ചെയ്യണത്. അപ്പോൾ കിടുക്കാച്ചി പടം, ഇച്ചാതി പടത്തിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പറയാം, ഇതിനു മുമ്പ് ഈ ഒരു ജോണർ മൂവി അല്ലെങ്കിൽ ഈ ഒരു പ്രീമിയം ലാലേട്ടൻ വൈബ് ഞാൻ കണ്ടത് നമ്മുടെ ദൃശ്യം മൂവിയിലാണ്. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ കാണുന്നത് ലാലേട്ടനെ, ആ ഒരു പഴയ പ്രീമിയം യൂണിറ്റ് ലാലേട്ടനെ കാണാതെ ഇപ്പോഴാണ്. സത്യം പറയാൻ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയി. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വന്ന എൻ്റെ പാരൻസും, എൻ്റെ പപ്പ, അമ്മ, അനിയത്തി, ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ഈ പടം കാണാൻ പോയത്. കാരണം ഇതൊരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് ഈ പടം മുമ്പ് പടത്തിന്റെ ട്രെയിലർ ആണെങ്കിലും കണ്ടപ്പോൾ തോന്നിയത്. എന്നാലും ഇത് അതുക്കും മേലെയായിട്ടാണ് എനിക്ക് തോന്നിയതല്ല, അതുക്കും മേലെയാണ്. കാരണം പടത്തിന്റെ എന്താ പറയാ, പടത്തിന്റെ ബിഗിനിങ് ടു എൻഡിങ്, എൻ്റെ പൊന്നെ, നമ്മളെ പിടിച്ചിരുത്താനുള്ള ഒരു വൈബ്. അതിലെടുത്ത് പറയേണ്ടത് ഇതിലെ ഡയറക്ടറിനാണ്, തരുൺ മൂർത്തി. പുള്ളി ഒരു പുതിയ ഡയറക്ടറാണെന്ന് എനിക്ക് തോന്നുന്നത്, കാരണം ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ പുള്ളി എടുത്ത് വെച്ചേക്കുന്നത്, പുള്ളി ലാലേട്ടനെ സെലക്ട് ചെയ്തതും ലാലേട്ടന് ഇതിന് ഡേറ്റ് കൊടുത്തതാണ് ഈ പടത്തിലെ ഫസ്റ്റ് കാര്യം. കാരണം ഈ ഒരു പടം ഈ പറയുന്ന ലാലേട്ടനം ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് വരെ നമുക്ക് തോന്നും. കാരണം പെർഫെക്റ്റ്, എന്താ പറയുക, ഫാബുലസ്, ഫിനോമിനൽ, എന്താ കംപ്ലീറ്റഡ് ആക്ടിങ് നമുക്ക് ഈ മൂവിയിൽ ലാലേട്ടനെ കാണാൻ പറ്റും. കിടിലൻ അഭിനയം. ഇതിൽ തരുൺ മൂർത്തി സാറിന് ഹാറ്റ്സ് ഓഫ്. കാരണം പുള്ളി ലാലേട്ടനെ സെലക്ട് ചെയ്തത് വളരെയധികം നന്നായി പോയി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിൽ. ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു 4 ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി. അതിലൊന്ന് ലാലേട്ടൻ, 2 പ്രകാശ് വർമ്മ ഈസ് ദി വില്ലൻ, സെക്കൻഡ് ശോഭന, പിന്നെ പപ്പു സാറിൻ്റെ മോൻ ബിനു പപ്പു. ഇവരാണ് ഈ പടത്തിൽ കൂടുതലും ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ വില്ലൻ്റെ റോള് ചിരിച്ചോണ്ട് എങ്ങനെ കഴുത്തിറങ്ങാൻ പറ്റും, ജാതി വില്ലൻ റോള് ഞാൻ ഈ അടുത്ത് കണ്ടിട്ടില്ല. അടിപൊളി വില്ലൻ. അതുപോലെ തന്നെ ഇതിൽ ശോഭന ചേച്ചിൻ്റെ റോളും സൂപ്പറായിട്ടാണ് പുള്ളിക്കാരി ചെയ്തേക്കുന്നത്. റോള് കുറവാണെങ്കിലും പുള്ളിക്കാരിയുടെ നോട്ടവും പുള്ളിക്കാരുടെ സംസാരത്തിൻ്റെ രീതിയും അടിപൊളി, നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടും എന്തായാലും. അതുപോലെ ബിനു പപ്പൻ വില്ലൻ്റെ ഒരു സൈഡ് വില്ലനായിട്ട് വേണമെങ്കിൽ കാണാം. പുള്ളി ഇതിൽ ഇൻവോൾവ് ആണ് വില്ലൻ റോളിൽ. പിന്നെ നമ്മുടെ ആനന്ദ് നടനൊക്കെ അത്യാവശ്യം കൊള്ളാം. എല്ലാവരും അടിപൊളി. കാരണം ഒരു എന്താ പറയാ, ഒരു ലാഗ് പോലും ഇല്ലാണ്ട് പിടിച്ചിരുത്തി കൊണ്ടുപോയ പടം. അതുപോലെ ഇതിന്റെ ബീജം ആണെങ്കിലും ബാക്കിയുള്ള ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും എൻ്റെ പൊന്നോ, ലാലേട്ടൻ്റെ കുറച്ച് ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. ഒരു പഴയ പ്രീമിയം ലാലേട്ടൻ നമുക്ക് കാണാൻ പറ്റിയ ഫൈറ്റ് സീനിലൊക്കെ. പിന്നെ ഇമോഷണൽ ആണെങ്കിലും റിവെഞ്ച് ആണെങ്കിലും കിട്ടില്ല. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. ഇതേ വർഷം തന്നെ ഇറങ്ങിയ പടമാണ് നമ്മുടെ എമ്പുരാൻ. എന്താ പറയുക, അത് ഭയങ്കര ഹൈപ്പിൽ ഇറക്കിയ പടമാണെന്ന് നമുക്കറിയാം. അതിൽ നിന്ന് കിട്ടാത്ത എന്തോ, എന്താ പറയുക, ആ ഒരു സാധനം, ആ ഒരു അഭിനയ പ്രകടനം നമുക്ക് ഈ ഒരു തുടരുമെന്ന് നമുക്ക് കിട്ടും. അതിൽ 101% എനിക്കെന്നെ ഗ്യാരണ്ടി പറയാൻ പറ്റും. ഈച്ച് ആൻഡ് എവറി സെക്കൻഡ്സ് ഇൻ ദിസ് മൂവി നമുക്ക് ലാലേട്ടൻ്റെ ആ ഒരു അഭിനയ മികവ് ഇതിൽ കാണാൻ പറ്റും. ഒരുപാട് അടിപൊളി രംഗങ്ങളുണ്ട് ഈ ഒരു പടത്തിൽ. ചില സീൻ പറയുന്നത് സ്പോയിലറായി പോകേണ്ട ഞാൻ പറയാത്ത, കാരണം അദ്ദേഹത്തിൻ്റെ ഫേസിൽ തന്നെ എക്സ്പ്രഷൻ നഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ ഒരു ഓഡിയൻസിൻ്റെ ഇടയിലും ഉണ്ട്. പക്ഷെ അതെല്ലാം നികത്തിയിട്ടാണ് ലാലേട്ടൻ ഇതിൽ അഭിനയിച്ച് തകർത്തേക്കണത്. ഏതൊരു ഫാൻസിനാണെങ്കിലും ഇഷ്ടപ്പെടും. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് എടുത്ത് പറയാനുള്ളത്, എനിക്ക് തോന്നിയ കാര്യമാണ്, കോട്ടിട്ട് വരുന്ന ലാലേട്ടനെക്കാളും എത്രയോ അടിപൊളിയാണ് മുണ്ടും ഷർട്ട് ഇട്ടുകൊണ്ട് ലാലേട്ടൻ. ഇതാണ് നമുക്ക് വേണ്ടത്. ഇതാണ് ഏതൊരു ആരാധകരും ഓഡിയൻസും പ്രതീക്ഷിച്ചത്. അത് ഈ പടത്തിൽ കിട്ടുകയും ചെയ്ത്. നല്ല പൊളപ്പം പടം. ഏതൊരു ഫാൻ ബോയ് ആണെങ്കിലും എനിക്ക് ഒന്ന് കൈയടിക്കാൻ പറഞ്ഞ കിടിലൻ സീൻസൊക്കെ ഉണ്ടായത്. അപ്പോൾ നമ്മൾ കാണാൻ ആഗ്രഹിച്ചതും ആ ഒരു പഴയ ലാലേട്ടനെ നമുക്ക് കിട്ടിയേക്കണം തിരിച്ച്. അതുപോലെ ഈ പടത്തിൻ്റെ പേര് തുടരും. ഇനി അങ്ങോട്ട് ലാലേട്ടൻ ഇങ്ങനെ തന്നെ തുടരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എന്തായാലും പടം കാണുക. പടം കണ്ടവരാണെങ്കിൽ അഭിപ്രായം പറയുക. ഓക്കെ, താങ്ക് യു ഗൈസ്.